സന്ദേശത്തിന് ഇപ്പോഴും കല്ലെറിയുന്നവരില്ലേ? സന്ദേശം റിലീസ് ചെയ്തിട്ട് ഇത്രയും കൊല്ലങ്ങളായി, പക്ഷെ ഇപ്പോഴും അതിനെപ്പറ്റി ആ രാഷ്ട്രീയ സിനിമയാണ്, അതാണ് ഇതാണെന്ന് കൊഞ്ചി ചീത്ത പറയുന്നവരുണ്ട്. ചീത്ത പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. ആളുകൾ ചർച്ച ചെയ്യുന്നു എന്നുള്ളൊരു സന്തോഷമാണ്. ശരിക്കും അത് സിനിമയാവാൻ കാരണം ലോഹിതദാസാണ്. കാരണം ഒരു ദിവസം ലോഹിതദാസ് വന്നു, എന്തായി നിങ്ങളുടെ കഥ? അപ്പൊ ഒന്നും ആയില്ല എന്ന് പറയാനുള്ള മടിയുണ്ട് ഞാൻ ഈ ത്രെഡ് പറഞ്ഞു. പുള്ളി അങ്ങോട്ട് ചാർജറായി. പുള്ളി പറഞ്ഞു, ഉഗ്ര സാധനമാണ് സത്യ, ഇത് ഇപ്പൊ എടുക്കണം. അപ്പൊ ഒരു ഭരണമാറ്റം നടന്ന കാലമാണ്, ഇപ്പൊ ബെസ്റ്റ് ടൈമാണ്, ഇത് ഉഗ്ര സിനിമയാണ്. അപ്പൊ നമുക്കൊരു കോൺഫിഡൻസ് ആയി. ശ്രീനിവാസൻ വന്നപ്പോൾ ഞാൻ ശ്രീനിവാസൻ്റെ അടുത്ത് പറഞ്ഞു, ലോഹിതദാസ് പറയുന്നത് അത് ഉഗ്രൻ സബ്ജക്റ്റ് ആണെന്നാണ്, നമ്മൾ വേറെ ആലോചിക്കാൻ ചെയ്യാതിരുന്നാലോ. ശ്രീനിവാസൻ പറഞ്ഞ ഫസ്റ്റ് ഡയലോഗ്, എക്കാലത്തും ഓർമ്മിക്കാവുന്ന കുറെ ഡയലോഗ്സ് അതിൽ ഉണ്ടാവുന്നു. അന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സറ്റയറാണ് അവസാനം. പക്ഷെ നമ്മുടെ കർഷകാലത്ത് നമ്മുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുന്നില്ല. ഇപ്പോഴും പറയുന്നത് മറ്റേ പാർട്ടിയിൽ കുറച്ച് നല്ല കൊള്ളാവുന്ന ചെറുപ്പക്കാർ വന്നിട്ടുണ്ട്, അവരുടെ പേരിൽ വല്ല പെണ്ണ് കേസോ എന്ന് ചോദിച്ചാൽ അവരെ സമൂഹത്തിൽ നാറ്റിക്കാനോ അല്ലെന്ന് ഞാൻ ഇന്നും കണ്ടു. ശങ്കരാടിയുടെ ഡയലോഗ് നമുക്ക് തന്നെ ആളുകൾ അയച്ചു തരും. മനസ്സിലായില്ലേ? നമ്മൾ എന്തുകൊണ്ട് തോറ്റു സ്ഥിരമാണ്. അതിപ്പോഴും നമ്മൾ ഒരു മടിയില്ലാതെ പറയാലോ. ഏത് തോറ്റ പാർട്ടിയും പറയുന്നത് മറ്റൊരു രണ്ടുപേരും തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു. അപ്പൊ അത് ശ്രീനിവാസനാണ് അതിന്റെ എല്ലാ ക്രെഡിറ്റും.